അങ്ങോട്ട് കയറാൻ പാടില്ല, അങ്ങോട്ട് കയറാൻ പാടില്ല. ചോറിന് വെള്ളം വെച്ച് കേട്ടോ, അരി അടുപ്പത്തിട്ടിട്ടില്ല. അമ്മ ബാബ അവിടെ നല്ല വെയിലാണ്, അവിടെ വിറക് വെട്ടുക. അമ്മ പോരും. ഇതെന്താ ഒരു ഭാഗത്ത് എടുത്തിട്ടുള്ളൂ അല്ലേ? ആ ഇനി വൈകുന്നേരം എടുക്കാമ്മ. നല്ല വെയിലാ, താങ്ങില്ല അമ്മ. വെയിലാറട്ടെ, ഇവിടെ വെയിലാറാടെ ഒരു പണി നടക്കില്ല. വായോ ഈ വിറകൊക്കെ അടുക്കാനുള്ളതാ. അതല്ലമ്മ, കൊത്തിമുറിക്കാനുള്ളതല്ല, ഇതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടേ, അതും കൂടി ഇങ്ങോട്ട് എടുക്കുക. ഇപ്പം അടുക്കി വെച്ചിരിക്കണല്ലേ, അതും കൂടി എടുക്കുക. എന്നിട്ട് ഈ കൊത്തി മുറിച്ചതില്ലേ, ഇതങ്ങോട്ട് അടുക്കുക. എന്നതിന് ആ എടുത്തത് ചെതൽ തിന്നില്ല. വേഗം അതിൻ്റെ മേലെ കയറുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് കൊത്തി അടുക്കി വെച്ചാൽ മതിയല്ലോ, വേഗം പണി ഒരുങ്ങല്ലോ. കൊത്തി എല്ലാം കൂടി കുറേ കണ്ട് കൊത്തി ഒടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ കൊത്തി ഒടിച്ച് വെച്ചതൊക്കെ അങ്ങോട്ട് ഇതാണ്ടോ, ഇവിടെ നിന്ന് ആ തലവേര ഉണ്ട് കേട്ടോ, അതൊക്കെ അങ്ങോട്ട് കയറ്റുക. പച്ച ഉണക്കൊക്കെ നല്ല വെയിൽ, ഇവിടെ വെയിലത്ത് ഒരു പണി നടക്കില്ലേ. രാവിലെ 7 മണിയാകുമ്പോഴത്തേന് തന്നെ ഇവിടെ വെയിൽ വരും. ഓ ഇതാ വരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അരിയൊക്കെ അടുപ്പത്തിട്ടു, ഇനി ചോറ് വേണം. കൊത്തിയും പൊളിക്കാണ്ട് അവിടെ ഉണ്ട്. മഴ കൊണ്ട് കൊത്തി പൊളിക്കാനുള്ളതുണ്ടൊക്കെ കൊത്തി ഒടിച്ച് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് എടുത്ത് കത്തിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ മഴക്കാലത്ത് ഞങ്ങൾക്ക് കൊത്തി പൊളിക്കൽ നടക്കില്ല, മഴയത്ത് ഒന്നും നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണി ഒരുക്കാണ്. പണിയൊക്കെ നമ്മുടെ അവിടെ ഇഷ്ടം പോലെ, എടുക്കാനാണില്ല എന്നുള്ളൂ. അങ്ങനെ ഇങ്ങോട്ട് വാ അമ്മ. കുഞ്ഞാറ്റം അതാ കുറച്ച് നേരമൊക്കെ മണ്ണ് മാന്തി കളിച്ചിട്ട് അവിടെ വന്ന് TV കാണുന്നുണ്ട് കേട്ടോ. ഇതാ ഉപ്പേരി അടുപ്പത്ത് വെച്ച് ചോറ് വെന്തു കേട്ടോ. അമ്മയും പാവം വെയിൽ കൊണ്ടിട്ട് തളർന്നിട്ട് അവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ നെയ്റ്റ് കുഞ്ഞാറ്റയ്ക്ക് ഇത്തിരി കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് അമ്മ ഇപ്പോൾ അതാ അവിടെ മരങ്ങളുണ്ട്. സൺസൈഡ് നമ്മൾ വാർപ്പിന് കൊണ്ടുവന്ന കുറച്ച് മരം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ മരം ചെതൽ കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി പുറകു വശത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഇതൊന്ന് ആയി വരണം, ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഞാൻ എന്താ കാട്ടണേ? ഇങ്ങോട്ട് വാ. എവിടെ മാള്? എവിടെ ഇവള്? അത് കൊണ്ടേക്കാന് എന്ത് മരങ്ങളൊക്കെ? അപ്പൊ എന്നാ ഇവിടെ നിക്കുക, നണക്ക് കൊണ്ടച്ചൂടാ മരങ്ങളൊക്കെ? അതൊക്കെ എവിടെ? കാലിലോ? ആവേ കയ്യിലൊക്കെ വാവു അത്രേ, കാലിലൊക്കെ വാവുകയാണ്. അവൾക്ക് കൊണ്ടയ്ക്കാൻ വയ്യാന്ന്. എനിക്ക് കൊണ്ടയ്ക്കാൻ വയ്യ, അമ്മമ്മ കൊണ്ടച്ചോ അത്. ഇങ്ങോട്ട് പോരെ, അവിടെ നിന്ന് വീഴും. അവിടെ നിന്ന് ഇപ്പൊ തിണ്ടത്തിന്ന് കണ്ടോ, നിലത്തേക്ക് ഇങ്ങോട്ട് വീഴും. കല്ലൊക്കെ ഉണ്ട്. ബാ പോവാ നമുക്ക്, ബാ ബാ. പൊന്നു വായോ, ഏതാ ന്യായം വെപ്പാർത്തി അറിയോ? ന്യായം വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ തള്ളും ഇങ്ങനെ. അവൾക്ക് വയ്യാത്രേ. അമ്മമ്മേനോട് പറ അതൊക്കെ കൊണ്ടയ്ക്കാന്. അമ്മമ്മയ്ക്ക് വയ്ക്കും. ഓരോരോ പാട്ടാട്ടോ ഓരോ സമയത്ത് ചെയ്ത സാധനം എന്നറിയോ? അവൾക്ക് കൈ കൂടെ വാവു, കാലില് വാവു. അവൾക്ക് ഒന്നും വയ്യാത്ര ചെയ്യാൻ. അമ്മമ്മേനോട് കൊണ്ടയ്ക്കാനാ അതൊക്കെ. അവള് നമ്മളെ പണിയെടുപ്പിക്കും. എന്റെ കുട്ടി ഇവിടെ നിക്കൂ കുട്ടി. അയ്യോ ഞാന് ഫോട്ടോ എടുക്കുക അത്രേ. ഇതേ ആ വാതിലിങ്ങനെ അടയ്ക്കുക. ഉപ്പേരിയൊക്കെ ആയിട്ടോ. അമ്മ കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ മീൻ പൊരിച്ചതുണ്ടല്ലേ അന്നേരത്തെ, അതിന് ഇന്നത്തെ കറി. ഇതാണ് കണ്ടോ, ഉപ്പേരിയായി, കഞ്ഞിയായി. ഞാൻ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി അത് കഴിക്കട്ടെ. ഇനി വൈകുന്നേരം അത് വേസ്റ്റായി പോവും.
അപ്പോൾ ഇനി കളയാൻ പറ്റില്ലല്ലോ, അത് കഴിക്കാൻ വിചാരിച്ചിട്ടേ അമ്മ കഞ്ഞി കുടിക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാമല്ലോ. ഒരു ദോശ തന്നെ ഉള്ളൂ കേട്ടോ, അത് കഴിക്കട്ടെ. അപ്പം എന്നിട്ട് കാണാം അടുത്ത വിശേഷങ്ങൾ. ഞങ്ങൾ കുറച്ച് അടയ്ക്കാപ്പാഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടോ? ആകെ പറക്കിയിരുന്നു, വെയിലത്തൊക്കെ കിളിയിരുന്ന് പോവാട്ടെ. ഞങ്ങൾ തിന്ന് മടുത്തിരിക്കണം. പിന്നെ ഇങ്ങനെ കിളിയിരുന്ന് കാണുമ്പോഴേ ഇഷ്ടം പോലെ കിളികളും കഴിച്ചിട്ട് പോകും കേട്ടോ. ഒക്കെ പഴുത്തിരിക്കണം കേട്ടോ, അതുണ്ടോ? കണ്ടോ, ഇത് ചതഞ്ഞു കേട്ടോ, കണ്ടോ? ഒക്കെ പഴുത്തിരിക്കണം കുഞ്ഞാറ്റ. അതിൻ്റെ ഇടയിൽ പപ്പായ പഴുത്തിരിക്കണു. പപ്പായ എന്താണ് പറിച്ചോ അമ്മ. എന്തായി അമ്മ, മധുരണ്ടോ? കുഞ്ഞാറ്റ ഏതാ കൊണ്ടുപോയി കഴിക്കണു. ആദ്യം ഇത് കഴിക്കാല്ലേ. കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേ അതിങ്ങനെ എന്തായാലും ചെത്തി തിന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ നിറച്ചുണ്ട്. കിളികളാണെങ്കിൽ കിളികൾക്ക് ഇഷ്ടം പോലെ കിളികളും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പഴുത്ത് നിൽക്കുകയാണ്. കിളി കൊത്താത്തതുകളുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കാലോ പറഞ്ഞിട്ട് നട്ടുച്ചേട്ടോ. എന്നിട്ട് കണ്ണൊക്കെ പുളിക്കട്ടോ, വെയിലിൻ്റെ ഇത് കാരണം കേട്ടോ. പകുതി എന്നിട്ട് പറിച്ചോളൂ. ഇനി വൈകുന്നേരം വെയിൽ ആറിയിട്ട് ഇനി പഴുത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ബാക്കി പറിക്കാമെന്ന് വിചാരിച്ചിട്ട്. കണ്ണ് പിടിക്കില്ല. മരത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ കണ്ണ് സൂര്യൻ കുത്തിയിട്ട് കുറച്ചൊക്കെ പറിച്ചെടുത്തു. ഇനി ഇത് ചെത്തി കഴിക്കട്ടെ കേട്ടോ. ചെത്തിയില്ലമ്മ, ഞാൻ കൈ കഴുകട്ടെ എന്നാ. അയ്യോ, ഇനി വേണോ അവളതാ ഇനി വേണം പറഞ്ഞിട്ട് വന്നിരിക്കണു. ഇതാണ്ടോ, ആ നമ്മുടെ കാല് ചോട്ടിക്ക് തൊട്ട് നെറുകിൽ വെക്ക്, തൊട്ട് നെറുകിൽ വെക്ക് കുട്ടിയെ. എന്താ കുട്ടി? പപ്പായ തിന്നേ. അതെ, വേടക്ക് തുപ്പിക്കളാ. ഓരോ തിന്നിട്ടോ. അതിൻ്റെ നാര് മേലെല്ലാം നാര് ഇതൊക്കെ തിന്നാ കുട്ടി, ഒക്കെ തിന്നാ. അവളതിൻ്റെ നടുത്ത സാധനം മാത്രം കഴിക്കുക. ചായ കുടിക്കുകയാണെങ്കിൽ തണിമത്തപ്പം കൊടുക്കണ്ടായിരുന്നു. കുമ്പളങ്ങ എങ്ങനെ മുറിക്കുക? ഓ, അത് അങ്ങനെ പാത്രം എവിടെ? എവിടെ? പാത്രമൊന്നും വേണ്ട, അങ്ങനെ തിന്നാ. പാത്രമൊന്നും വേണ്ട, കയ്യഴുക്. അതെ, എന്താണ് കല്ലുകളുണ്ട് അവിടെ. ആ തോട്ടിന്ന് കോരിയിട്ട കല്ലേ. ആ അവിടെ വെക്കണ്ട, അവിടെ തന്നെ വെച്ചോളൂ. അവിടെ നിന്നോട്ടോ. ചപ്പും ചാക്കും കണ്ണി കണ്ടൊക്കെ വേസ്റ്റ് അവിടെ നിന്ന് കയറ്റിയിട്ടേ മുളച്ചിക്കണല്ലോ ഒക്കെ അല്ലേ. ഒന്ന് ഇവിടെ ഇപ്പോൾ രണ്ട് കഷ്ണം കൊണ്ടുവന്നിട്ട് അതെ. അതിനല്ലേ ഉള്ളൂ. ഇനി എന്താ, ഇനി കഴിഞ്ഞില്ലേ? ഉച്ച കഴിഞ്ഞിട്ടുള്ള പണിയാണ് കേട്ടോ ഇത് ഫുള്ള്. അല്ലേ ഉച്ച കഴിഞ്ഞിട്ടുള്ള പണിയാണ് അറിയാം. അത് ഫുള്ള് പട്ടയെടുക്കലും വിറകെടുക്കലും ഒക്കെ ആയിട്ടോ. പിന്നെ 2 ചേനയുടെ കഷ്ണം ഉണ്ടായിരുന്നു, അതവിടെ കുഴിച്ചിടുകയാണ് അമ്മ. അതിൻ്റെയാണ് ഇതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് വിറക് വെട്ടാനുണ്ട്, കൊത്താനുണ്ട്, ഒക്കെ അങ്ങനെ ഇട്ടിക്കുക കേട്ടോ. വേണ്ടോ, ഇതൊക്കെ കൊത്തി മുറിക്കാനുള്ള വിറകാട്ടോ. കൊത്തി ഒടിക്കണം. ഇത് വെട്ടാനുള്ളതാണ്. അതൊക്കെ വെട്ടി ഒതുക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ നടക്കുള്ളൂ. ഇന്നിപ്പോൾ ഇരുട്ടായി.
അതിൻ്റെ ഇടയിൽ കൂടെ അവളെയൊക്കെ വെച്ചിട്ടാണ് നമ്മളോരോ പണിയെടുക്കുന്നത്. ഞാനും അമ്മയും കൂടിയായിരുന്നു കേട്ടോ അടുക്കലും പെറുക്കലും. അതിൻ്റെ കൂടെ ഇവള് ഓരോ ചുള്ളലൊക്കെ കൊണ്ടുവന്നേരം കൂടും അല്ലേ കുഞ്ഞാറ്റേ? ആ നിറച്ചും കല്ലായിരിക്കും പറയുക.